ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് എണീക്കുമ്പോൾ തന്നെ തക്കുടുവിന് പരീക്ഷയാണല്ലോ എന്നുള്ള ചിന്തയിലാണ് കിടന്നുറങ്ങിയതും എണീറ്റതും. അപ്പോൾ എണീറ്റ വഴിക്ക് എന്താ പറയുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുട്ടികൾ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കേട്ടോ എണീറ്റത്. കാരണം നമ്മളുടെ മക്കൾ ചെറുതാണെങ്കിലും നമ്മളുടെ പേരക്കുട്ടികളെ പോലെ തന്നെയാണ് എല്ലാ മക്കളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് പേടിയും പഠിച്ച് കഴിയുകയും പേടിക്കുകയും ഒക്കെ എങ്ങനെ പറഞ്ഞാലും പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അവർ പഠിച്ചത് ഭംഗിയായിട്ട് എഴുതാൻ പറ്റണേന്ന് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മൾ അമ്മമാരെപ്പോഴും, അമ്മമാരല്ല എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതും കുട്ടികൾ ചെയ്യേണ്ടതും അതാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്നാലും ഒരു പേടിയുണ്ടാവും. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഡാഡി ഇതാ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ മുമ്പ്, എനിക്ക് 2 മാസം മുമ്പ് തൊട്ട് ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ അതന്ന് നമുക്ക് അബദ്ധം പറ്റി. 300 ജോഡി കമ്മൽ ഒന്നിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കൈ ശരിക്കും വേനെടുക്കും ഇതിനകത്ത് കേച്ചിടുമ്പോൾ കേട്ടോ. കാണിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് പതുക്കെ ഡാഡി ഓരോ ഷീറ്റായിട്ട് കൊണ്ടപ്പോൾ കുട്ടികളൊക്കെ മൂക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റഡായിട്ടും കുട്ടി സ്റ്റഡ് ചോദിക്കുമ്പോഴും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റാണ്ടുള്ള ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഡാഡി അത് ഇന്ന് എന്തായാലും ചെയ്യാൻ, ഇന്നലെ രാത്രി തൊട്ട് നമ്മളതിൻ്റെ പണിപ്പുരയിലായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഈ നേരമായപ്പോഴേക്കും എല്ലതും കഴിഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതേ രാവിലെ എണീറ്റു നോക്കിയപ്പോൾ ദോശയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പോൾ ക്ലാസ്സുള്ള ദിവസം ദോശ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നേക്ക് വെച്ചേക്കായിരുന്നു ദോശമാവ്. ഇന്നലെ നമ്മൾ നൂലപ്പാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് നൂലപ്പം വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നൂലപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ചാക്കോച്ചനെ കാണാനില്ല. നോക്കിയപ്പോൾ ബെഡ്റൂമിൽ കയറി ഫോണുമ്പോൾ കളിക്കുകയാണ് മൂപ്പര്. ഫോൺ അങ്ങനെ എടുക്കണ കുട്ടിയല്ല, കൂട്ടത്തിലല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ മെസ്സേജ് വന്നപ്പോൾ അത് എനിക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഒതുക്കണതിൽ മുമ്പായിട്ട് തന്നെ മൂപ്പരുടെ വക ഒരു എന്താ പറയുക, ഒരു വലിച്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടുമ്മലേക്ക് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ ഷീറ്റ് ഇങ്ങനെ പിടിച്ചിട്ടാണ് കയറുക. അപ്പോൾ അതോട് കൂടിയിട്ട് ഒരു വശത്തുനിന്ന് ആ ഷീറ്റ് അങ്ങോട്ട് പോരും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി ഞാൻ എന്താ കിച്ചണിൽ വന്നപ്പോൾ കിച്ചൻ്റെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. 2 തരം ചമ്മന്തിയൊക്കെ ആയിട്ട് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡിവൈൻ തക്കാളി ചമ്മന്തിയും നാളികേര ചമ്മന്തിയും. അപ്പോൾ രാവിലെ എങ്ങനെയാ വെച്ചാൽ ഡാഡിയാണ് കയ്യാൾ കേട്ടോ. നാളികേരം ചിരകി കൊടുക്കാനൊക്കെ ഡാഡിയാണ് കൂടെ നിൽക്കുക. അപ്പോൾ ഓൾറെഡി എല്ലാവരുടെയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോൺ ഇറങ്ങി. അപ്പോൾ ഡോൺ ഇറങ്ങിയപ്പോൾ തൂമ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ചാക്കോച്ചനാണ് കയറി വണ്ടിയിലിരുന്നത് കേട്ടോ. അപ്പോൾ ഡാഡി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നീങ്ങിയപ്പോഴാണ് തൂമ് ഓടി വന്നത്. അപ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് ഇല്ലല്ലോ എന്നുള്ള ധാരണയും അവനവിടെ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിടക്കായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യണം ഒച്ച കേട്ട് മൂപ്പര് ഓടി വരുമ്പോഴേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കരച്ചിലും ബഹളം ഉണ്ടാവുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് അപ്പ പോയിട്ട് ഇപ്പോൾ വരുന്നു. അപ്പോൾ അപ്പേനെ കാണാൻ വേണ്ടി അവൻ കസേരയുടെ മുകളിൽ കയറി നിന്നു, ആ മതിലിൻ്റെ അതിൽ കൂടെ പോണതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അത്രേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവനും ഈ പറയണം വലിയ കുട്ടിയായി. അവനും അറിഞ്ഞു തുടങ്ങി ഇന്ന കാര്യങ്ങളെന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ചാക്കോച്ചൻ പതിവുപടി അപ്പാപ്പനെ കൊണ്ട് ഇടിപ്പിച്ചിട്ടാണ് വരിക. അത് അവനൊരു തമാശയാണ് കേട്ടോ. അത് ഇങ്ങനെ കാലുമ്മ തൂങ്ങി കിടക്കുക എന്നുള്ളത് അവനൊരു തമാശയാണ്. അങ്ങനെ അപ്പാപ്പനും മോനും വന്നു. ഇനിയിപ്പോൾ നമുക്ക് അകത്തത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ, ജനലേമ ഇവർ കെട്ടിയതൊക്കെ കയറ്റി വയ്ക്കുന്ന, ഞാൻ ഒതുക്കാൻ നിൽക്കും, ഇവർ കയറ്റി വയ്ക്കും. പിന്നെ വെറുതെ അതിൻ്റെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കും. പക്ഷേ എനിക്ക് ആരെങ്കിലും വരുമ്പോൾ അതങ്ങനെ ഇരിക്കണ കണ്ടാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ദേഷ്യത്തേക്കാൾ കൂടുതൽ എനിക്ക് സങ്കടം വരും. കാരണം നമ്മൾ ഒതുക്കി വയ്ക്കുന്ന സാധനങ്ങൾ ഒന്നുകിൽ ഡാഡി അല്ലെങ്കിൽ മോനി, ഈ 2 പേരാണ് അവിടെ ഈ ജനലേമ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ 10:30 ആയപ്പോൾ നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചു. അപ്പോൾ പരീക്ഷയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു തിരിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് തൊട്ട് അമ്മച്ചിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ചേച്ചിമാർ 2 പേരും ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അമ്മച്ചി ആ പരീക്ഷയുടെ സമയത്ത് പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോയിട്ട് അവിടെ നിത്യാരാധനയുടെ അവിടെ ഇരിക്കും. എന്നിട്ട് അത് കഴിയുവോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ കഴിയുന്ന സമയമാകുമ്പോൾ എണീറ്റ് പോരും. ഒരു മെഴുകുതിരിയും കത്തിച്ച് വയ്ക്കും. അങ്ങനെയാണ് അമ്മച്ചി ചെയ്തിരുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നടയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ആ സമയം മൊത്തം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പണികളൊക്കെ എടുത്ത് നടക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആ തിരി ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തതെടുത്ത് കത്തിക്കും. അങ്ങനെ ശരിക്കും ഒരു തിരിയും പിന്നെ കുറച്ചും കൂടി വേണ്ടി വരും, ആ 2-3 മണിക്കൂറിന് വേണ്ടിയിട്ട് കേട്ടോ.
അങ്ങനെ ആ ഗ്യാപ്പിൽ ദേ ഇവിടെ ഓരോ സെറ്റായിട്ട് ഓരോന്ന് ഒതുക്കി വെച്ച് തുടങ്ങി. അപ്പോൾ 1 തൊട്ട് ഈ 30 എത്ര അങ്ങോട്ട് വരെ ഉണ്ട് ഷീറ്റ് കേട്ടോ. പിന്നെ 2 നോസ് റിങ്ങിൻ്റെ നോസ് പിന്നെ 2 ഷീറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരുവിധം അങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇതിൽ 10 ഷീറ്റ് അങ്ങോട്ട് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് 10 ഷീറ്റാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 4 അല്ലേ, അല്ലെങ്കിൽ 5, 5-ാമത്തെ ഷീറ്റിൽ ഇത്രാമത്തെ കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ചിലതുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നമ്പർ കാണുന്നുണ്ടാവില്ല. മുകളിൽ ഞാൻ ക്രോപ്പ് ചെയ്തപ്പോൾ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരുവിധം എല്ലാത്തുമ്മയും കാണാം. ഒന്നെങ്കിൽ അപ്പുറത്തേമ അല്ലെങ്കിൽ ഇപ്പുറത്തേമ മുമ്പത്തേമ ഉണ്ടാവുക നമ്പർ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇടയിൽ ഇങ്ങനെ നമ്പർ എഴുതിയതാണ്. ഞാൻ ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ സൂം ചെയ്ത് വെക്കുമ്പോൾ നമ്പർ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ചതാട്ടോ. അങ്ങനെ 10 ഷീറ്റാണ് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റിൽ കേട്ടോ. അങ്ങനെ സമയം ശരിക്കും 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മെഴുകുതിരി കഴിഞ്ഞു, അടുത്ത മെഴുകുതിരിയായി. അപ്പോൾ ഇന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ എക്സാം എഴുതായിരുന്നു, അവർക്ക് വേണ്ടി അറിയാണ്ട് പോലും നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നെന്നല്ല നമ്മളെല്ലാവരും ഇപ്പോൾ പള്ളിയിലൊരു അച്ഛനായാലും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് നമ്മളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല ഒരിക്കലും. ചിലരങ്ങനെ പറയും തെറ്റായിട്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നത്. അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് നമ്മളുടെ കാരണന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥന ദൈവം വേഗം കേൾക്കുക എന്നൊക്കെ കുഞ്ഞിലേ തൊട്ടിങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ വല്ലതും തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നമ്മളുടെ കുഞ്ഞു മനസ്സിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരേ കാര്യങ്ങൾ നമ്മളത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൽ തെറ്റൊന്നും ഇല്ലയെന്ന് ഉള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ എന്ന് പറയാണ്ട് നമ്മുടെ എന്ന് പറയണമെന്ന് എപ്പോഴും നമ്മളെ അപ്പനും അമ്മയും, അതായത് അപ്പച്ചൻ്റെ അപ്പനും അമ്മയും എപ്പോഴും പറയും, എൻ്റെ എന്ന് പറയരുത്, നമ്മുടെ എന്ന് പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴും അതെ എനിക്ക് അങ്ങനെ വരുള്ളൂ, നമ്മുടെ എന്ന് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞപ്പോൾ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് 1:45, 2 ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഡാഡി നേരത്തെ പോയോടുകൂടിയിട്ട് അപ്പോൾ ഡിവൈൻ മോർണിംഗ് കൊണ്ട് നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈനും ഈ പറഞ്ഞ പോലെ കുറേ ദിവസത്തെ ഉറക്കക്ഷീണവും വയ്യായും പിന്നെ പീരിയഡ്സിൻ്റേതായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞു, 2 പേരാകുമ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു റൂമിലാകുമ്പോൾ അവരവരുടേതായ കളികൾ കളിച്ചോളും, ഡിവൈന് കുറച്ച് നേരം കെടുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. എനിക്ക് ഇടയ്ക്കൊന്ന് നമ്മളും ഇറങ്ങില്ല. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ്, നിങ്ങൾക്കറിയാം ഞാൻ അടിച്ച് കഴുകലൊക്കെ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും നനയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ കഴുകണം, കാരണം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നിച്ച് വെക്കാനുള്ള നേരം കിട്ടാണ്ട്. അതൊക്കെ കൊണ്ട് വെച്ച് വന്നപ്പോഴേക്കും ഡാഡി വരുമ്പോൾ 2 പൊതിച്ചോറും കൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പൊതിച്ചോറ്. മീൻ വറുക്കാനുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു, അത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലുപ്പേരി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ അവിടെ അടിച്ചു വാരി ചെടികൾ വെക്കുന്നതോട് കൂടിയിട്ട് തുണികൾ എടുത്തു കൊണ്ടുവന്നു. ഉച്ചതിരിഞ്ഞാണ് കേട്ടോ എൻ്റെ തുണികൾ എടുത്ത് കൊണ്ടുവന്ന് ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഡിംപിളുടെ റൂം ഞാൻ തന്നെയാണ് ഈ പണി ചെയ്തത്. കാരണം കുട്ടി ഇറങ്ങണ നേരത്താണ്, ഈ ഊബർ വന്ന നേരത്ത് ഓടി ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ അവിടെ കിടന്നോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. പക്ഷേ എനിക്കത് ചെയ്യണതിന് പകരം ഞാൻ 3 ദിവസത്തെ വാഷ് ചെയ്ത തുണികൾ നേരെ അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക ചെയ്തത്. അപ്പോൾ എനിക്കും തോന്നി അത് പെട്ടെന്ന് കുട്ടി വരികയെ അല്ലെങ്കിൽ ആരെങ്കിലും വരികയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പല്ലുവേദനയുടെ തലയിലത്തെ ഭാരം കൊണ്ട് എനിക്ക് ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ ഇതിന് മെനക്കെട്ട് നിൽക്കാം. എനിക്ക് 5 മണിയാകുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകണം, എന്നാലും പറ്റാവുന്ന സമയത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ചോറും ഉണ്ണാൻ കാര്യമായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് എന്തോ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലിൽ പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. വിശക്കണമുണ്ട്, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് പറ്റണമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഡിംപിളുടെ റൂമിൻ്റെ ഒരേ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഭാഗവും അവൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തുണികൾ ഞാനായിട്ട് കൊണ്ടുവന്നിട്ടതാണ്. അപ്പം ഞാനതൊന്ന് മടക്കി വെക്കേണ്ട. അപ്പോൾ എൻ്റെ തുണികളും ഡിംപിളുടെയും കൊച്ചിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാതും കൊണ്ടിട്ടപ്പോൾ ഇനി അത് ഒതുക്കിയില്ലെങ്കിൽ ആകെ വഷളാവും സംഭവം. കാരണം ആരെങ്കിലും ഒരാൾ ആരെങ്കിലും വരണേൻ്റെ ഇല്ല. നമ്മൾ 2 ദിവസമായി ഞാൻ അവിടെ ഇട്ടിട്ട് കുട്ടി പോയാൽ അന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ തുണികൾ ഇട്ട് തുടങ്ങിയത് അവിടെ. അങ്ങനെ ഞാൻ
അവൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു. പിന്നെ ജനലേമ്മ കുറേ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നാളെ സമാധാനത്തിൽ തുടയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കുക. കാരണം ഇപ്പോൾ ഒതുക്കൽ മാത്രമേ നടന്നുള്ളൂ. കാരണം എല്ലാം കൂടി വിസ്തരിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്കിന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് പറ്റിയില്ല. പകുതിയിൽ വെച്ചിട്ടിട്ട് ഓടേണ്ടി വന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ അഴയ്ക്കുണ്ടായിരുന്നു. അഴയ്ക്കുമ്പോൾ തുണികളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ച് അച്ചുവിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ വെറുതെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിലേ തൊട്ട് കിടക്കണതാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടു. പിന്നെ കുറച്ച് തുണികളൊക്കെ ഞാൻ മടക്കി വെച്ചു. അപ്പോഴേക്കും സമയമായിപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഡോക്ടർ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവൈനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5:15 അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് 4:45 ഇറങ്ങിയാൽ കറക്റ്റ് 15 മിനിറ്റേ വേണ്ടൂ. എന്നാലും ഈ ഇതൊക്കെയുള്ള കാരണം വൈകണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ബോറടിക്കാണ്ടിരിക്കാൻ ഈ പറഞ്ഞ പോലെ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പാട്ട് വെച്ച് പണികളെടുക്കാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ വേഗം ചായ വെച്ചു. ഞാനും ഡാഡിയും ചായ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച പാത്രം ഞാൻ കഴുകാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ശരിക്കും 5 മണിക്ക് 5 മിനിറ്റുള്ളപ്പോൾ ഇറങ്ങിയെങ്കിലും അവിടെ എത്തിയപ്പോൾ ശരിക്കും 5:15 കഴിഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എവിടെയും ഇല്ലാത്ത ട്രാഫിക്കായിരുന്നു. നമ്മളറിയാലോ, എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ അപ്പം 10 മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് തട്ടിത്തടഞ്ഞ് നിൽക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ ശരിക്ക് നടത്തുന്ന സിഗ്നലിൻ്റെ അവിടെ ഞങ്ങൾ കുറേ നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നെല്ലൂന്ന് പള്ളിയാണ്. അപ്പോൾ പള്ളിയിൽ അവിടെ നിർത്തിയിട്ട് അവിടെ ഡോക്ടറെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കാർഡോ ഗൂഗിൾ പേ അല്ല, ക്യാഷാണ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഗുളികയും വാങ്ങിക്കുക, മെഡിസിനും അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പേ ചെയ്യുക. അപ്പോൾ ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഡിവൈൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി പോയിട്ട് ATM നിന്ന് കാശ് എടുത്തിട്ട് വരിക ചെയ്തേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടേക്ക് പോയി. അവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോട്ടയം വന്ന് ബിഷപ്പ് പാലസിലേക്ക് പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ റിലീഫ് കഴിഞ്ഞ വഴിക്കാണ്, അതായത് അങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇമ്മട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടറുടെ വൈഫാണ് തോമുവിൻ്റെ മാം കേട്ടോ, റീമോൾ മാമാണ്. പിന്നെ അവിടെ 3 ആൺമക്കളാണെന്നാണ് പറഞ്ഞത്. ഡിവൈന് നന്നായിട്ട് അറിയാം. എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, മാമിനെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പോയി ഡോക്ടറെ കണ്ട് തിരിച്ച് വന്നു കേട്ടോ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞാലും എന്നെ അറിയോ ഇല്ലേ എന്നറിയില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു തോമുവിൻ്റെ അമ്മാമ്മയാണ് അപ്പാപ്പനുമാണെന്ന് ഞാൻ ഡോക്ടറോട് പതുക്കെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതേ റിലീഫിൻ്റെ തൊട്ടടുത്ത ഇതാണ് ഇമ്മട്ടീസ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ്, താഴെ വീടും മുകളിൽ മറ്റേ ക്ലിനിക്കുമാണ് കേട്ടോ. അപ്പോൾ ഡോണിൻ്റെ കംപ്ലീറ്റ് ഇവിടെയാണ് ചെയ്തത്. അപ്പോൾ ഞാനും അന്നാൾ ഇവിടെ പോയെങ്കിലും പിന്നീട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആ മുഖത്തൊക്കെ അലർജി വന്നില്ലേ നമ്മുടെ പണിയുടെ സമയത്ത്, ആ സമയത്താണ്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് പാച്ചുവിൻ്റെ ഫോട്ടോസ് ഡിംപിൾ അയച്ചത്. അവൻ വണ്ടിയിലിരുന്ന് കളിക്കണതും ഭക്ഷണം കഴിക്കണതും ഒക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്തായിരുന്നു. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പല്ലിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണെന്നൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടറെ കണ്ട് വേഗം അവിടെ നിന്ന് തന്നെ മെഡിസിനൊക്കെ എടുത്ത് വേഗം മടങ്ങിയിട്ടോ ഞങ്ങൾ. അതായത് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുന്ന് അവർ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5:30 മണിക്ക് 5:15 അവിടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് 5:15 ഞങ്ങൾ ചെന്നു. 5 മിനിറ്റ് അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും നമ്മൾ വിളിച്ചു പോയി. അങ്ങനെയാണ് കേട്ടോ, കറക്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് ഒരു ചുറ്റലും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ശരിക്കും ഒരു അരമണിക്കൂർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അങ്ങനെ പോന്നു. അപ്പോൾ ഡാഡി കുറേ ചോദിച്ചു എവിടെയെങ്കിലും ഇറങ്ങണോ, എവിടേക്കെങ്കിലും പോകണോ എന്നൊക്കെ ചോദിച്ചു. കാരണം മണി 6 ആവണുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ കണ്ടു എന്നുള്ള മരുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ, മരുന്ന് കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നതൊന്ന് കഴിച്ചതിന് ശേഷം, കാരണം നിങ്ങൾക്കറിയാം പല്ലുവേദന എന്ന് പറയുമ്പോൾ തലയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുപോലെ ഈ ഷുഗറിൻ്റെ ചെറുതായ ഇതുള്ള കാരണം വിശപ്പും നല്ലോണം ഉണ്ട്, പക്ഷെ ഒന്നും കഴിക്കാനും പറ്റില്ല. അങ്ങനെ 6:15 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. ശരിക്ക് ഞാൻ ആദ്യം തന്നെ കഴിച്ചത് മെഡിസിൻ എടുത്ത് കഴിക്കുകയും ചെയ്ത പെയിൻ കില്ലർ ഉണ്ടായിരുന്നു. കാരണം അത് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തലയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എനിക്കെന്ന് വെച്ചാൽ കണ്ടമാനം പാക്ക് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ സൺഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടറാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഉള്ളൂ. അപ്പോൾ ഉച്ച വരെ എനിക്ക് ഈ പറഞ്ഞ പോലെ തലവേദനയും കാര്യമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചനെ പിടിച്ചിരുത്തിയേക്കാം. ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടതിൻ്റെ മുകളിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറുക വീഴുക, ഇതന്നെ ഒരു പണി. അപ്പോൾ
ചാക്കോച്ചൻ നമ്മുടെ പാച്ചുവിൻ്റെ ഹൈ ചെയറിൽ പിടിച്ചിരുത്തിയിട്ട് റോസമ്മയുടെ വ്ളോഗ് വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൻ്റെ ഫേസിലത്തെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പോൾസൺ പേപ്പൻ അവനെ കളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് എന്താ പറയുക, എന്താണ് അവൻ്റെ വികാരം, കുട്ടിയല്ലേ, അവന് പറയാൻ അറിയില്ലല്ലോ. കുറേ ഇങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ അവന് പറയണമെന്നുണ്ട് പോകണം എന്നുള്ളത്, പക്ഷെ അതവന് പറയാനും കിട്ടണില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെരുന്നാൾക്ക് നമ്മൾ പോയില്ലേ അതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് സന്തോഷമായി. അപ്പോൾ ഇപ്പോൾ ഞാനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തി കാണിച്ചു കൊടുത്താട്ടോ. അവന് ഫോണേ കൊടുക്കാറില്ല. പക്ഷേ ഇന്ന് ഒരു നിവൃത്തിയില്ല, അവൻ ഒരു നിലയ്ക്കും നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ മൂപ്പരത് നോക്കിയിരുന്നതാട്ടോ. അപ്പം അങ്ങനെ കണ്ടോ, ചിരിയുണ്ടോ, അവന് എന്തൊരു സന്തോഷമായി എന്നറിയോ. റോസമ്മയുടെ ഒച്ചയും വലിയ ഡാഡീനെയും പോൾസൺ പാപ്പനെയും ഒക്കെ പരിചയമുള്ള മുഖങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്കൊരു പ്രത്യേകിച്ച് അവനെയും കൂടി കാണുമല്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബാക്കി ഷീറ്റുകൾ കേട്ടോ, അപ്പോഴും ഞാൻ മുഴുവനൊന്നും ഇട്ടിട്ടില്ല. ഇത് 11, 12 തൊട്ട് 20 വരെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റും. ഗോൾഡ് മാത്രമുള്ളതുണ്ട്, പിന്നെ വലിയ സ്റ്റഡുകൾ വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡ് പോലെ ഉപയോഗിക്കാവുന്നത്, ജിമ്മിക്കൊക്കെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ മീഡിയം സൈസ് സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡായിട്ടും മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഈ ബട്ടർഫ്ലൈ ഒക്കെ കുറേ പേരൊക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരുണ്ടാവും. കാരണം ഇത് നമ്മളുടെ ഞാൻ ആദ്യം കയ്യുമ്മ വെച്ചിട്ട് ഫോട്ടോസ് കണ്ടമാനം എടുത്തിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റാണ്ടായപ്പോൾ ഞാൻ ഇട്ടതാണ്. കുറേ പേരെന്നോട് ചോദിക്കും കോറലുണ്ടോ സാൻഡ്സ്റ്റോൺ സ്റ്റഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കേണ്ട മടിക്കില്ല എന്നങ്ങോട്ട് പറയും, അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് അങ്ങോട്ട് മറക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് പരിപാടികൾ കഴിയുമ്പോഴേക്കും ഡിവൈൻ്റെ കട്ട്ലറ്റ് ഉണ്ടാക്കി, മോര് കറി വെച്ചു, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ചോറിനാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ആ ഗുളികയുടെ ഒരു റിയാക്ഷൻ കൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പോൾ ഞാൻ വെറുതെ കട്ട്ലറ്റും മോര് കറിയും കൂടി ഒഴിച്ച്, എനിക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷേ എനിക്ക് കടിക്കാനുള്ളൊരു പേടി. കാരണം എൻ്റെ പല്ലൊക്കെ ഈ പറഞ്ഞ പോലെ വെച്ചേക്കണ പല്ലുകളാണ്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അടിയിലൊരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ മാറിയില്ലെങ്കിൽ അത് ചിലപ്പോൾ അത് മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെയാണ് ആ വിങ്ങൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പട്ടികളുടെ കാര്യങ്ങൾ, അപ്പോൾ ഡിവൈൻ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്ത് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടിയുടെ ഇറച്ചി കൊടുക്കാനായിട്ട് ഞാനാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ചാക്കോവും തമ്മിലൊന്ന് തെറ്റി. ചാക്കോച്ചനോട് ഞാൻ എപ്പോഴും ഗോ എവേ പറയും. അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് അവനോട് ഗോ എവേ പറഞ്ഞു. അത് മൂപ്പർക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അവന്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ പോകുമ്പോഴേക്കും ഉമ്മയൊക്കെ തന്ന് അവൻ മിടുക്കനായിട്ട് പോയിട്ടാണ്. അങ്ങനെ കിച്ചൺ കംപ്ലീറ്റ് ഇന്ന് ഫുള്ള് ഡിവൈനാണ് ഒതുക്കിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെള്ളം ഞാൻ വെച്ചു. അത് പതിവ് പോലെ ഞാൻ തന്നെ വെച്ചു. അപ്പോൾ എനിക്ക് ആര് എന്തൊതുക്കി പോയാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ, കുക്കർ മറ്റേ ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ആകെ വലിച്ചു വാരിക്കെടുക്കണം. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ന് ഇതൊക്കെ ഒതുക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, കാരണം നാളെ സൺഡേ ആണ്. അപ്പോൾ ഇവർ മാർക്കോ സിനിമ കാണാൻ കേട്ടോ. ഇവർ ഭയങ്കരമായിട്ട്, അപ്പോൾ അതെനിക്ക് ഈ പറഞ്ഞ പോലെ വയലൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഒന്നല്ലെങ്കിൽ ഒരു നല്ല എന്താ പറയുക മറ്റേ ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെ വല്ല കുറ്റാന്വേഷണം എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരവിടെ ഇരുന്ന് സിനിമ കാണുന്ന നേരം കൊണ്ട് എനിക്ക് ഈ വക പരിപാടികൾ ചിലപ്പോൾ ഡിവൈൻ മോർണിംഗ് കൊണ്ട് മുകളിലേക്ക് പോവുകയും ചെയ്തു അവനെ കുളിപ്പിച്ചുറക്കാൻ. അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ മടക്കി വെച്ചു. കാരണം ഇനി സമയമില്ല എന്ന് പറയില്ലേ നമ്മൾ, നാളെ സൺഡേ ആണ്, നാളത്തെ ഒരു ദിവസം ഒന്നിനും പറ്റില്ല. പള്ളിയിൽ പോയി വരുമ്പോൾ തന്നെ നേരവും, പിന്നെ ഒട്ടും പറ്റില്ല. പിന്നെ നാളെ മിക്കവാറും എനിക്കൊരു ഗസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്തുനിന്ന് എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഒരു ചേച്ചി. ഞാൻ എപ്പോഴും ചേച്ചി എന്ന് വിളിക്കുന്ന ഒരു ഗീതേച്ചിയും ഷീല ചേച്ചിയും വരുന്നുണ്ട്. അപ്പോൾ അവരിവിടെ തൃശ്ശൂർക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നാളെ മിക്കവാറും ഇങ്ങോട്ട് വരും. എന്തായാലും ഞങ്ങൾ തമ്മിൽ കാണും. അപ്പോൾ എവിടെ എന്താണെന്നുള്ളത് നാളെ തീരുമാനിക്കുള്ളൂ. കാരണം ഉച്ചവരെ പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടാവുമല്ലോ. അങ്ങനെ തുണികൾ കംപ്ലീറ്റ് ഒതുക്കി. ഇതിപ്പോൾ നമ്മുടെ ഡ്രൈ ഷീറ്റാണ് കേട്ടോ. അതെപ്പോഴും ഡിംപിൾ ഒരെണ്ണം പുറത്ത് ഇങ്ങനെ ഇടും. എന്തെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാൽ ആ നേരത്തെ തപ്പണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ ഇത് നമ്മളുടെ ഡിംപിളുടെ ട്വിക്സിയാണ് കേട്ടോ. പണ്ടത്തെ ഡിംപിളുടെ 9 വയസ്സിൻ്റെ ബർത്ത്ഡേയാണ് ആ പാവം. അതിൻ്റെ ഒപ്പം നമ്മുടെ പാച്ചുവിന് ബേബി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ് കുഞ്ഞു പാവ. അങ്ങനെ ഒരേ ഭാഗം ഇത് നമ്മുടെ കാസിനോവയുടെ ലൊക്കേഷനിലത്തെ ഫോട്ടോ ആണ്.
ഇത് നമ്മുടെ ചന്തു, അവൻ പോയി. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഫെബ്രുവരി 10 അവനിപ്പോൾ ഉണ്ടെങ്കിൽ 20 വയസ്സായി. അവന് 16 വയസ്സിലാണ് പോയത്. ഇപ്പോൾ 4 വർഷമായി പോയിട്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ള സംഭവങ്ങളാണ്. അതായത് ഡിംപിളുടെ ഒരു ചെറിയൊരു വെർഷനാണ് പാച്ചു. സംഭവം കേടായാലും അതെടുത്ത് കളിക്കും മൂപ്പര്. ഡിംപിൾ അങ്ങനെയായിരുന്നു. എത്ര കേടായ സാധനങ്ങളുണ്ടെങ്കിലും അതെടുത്ത് കളിക്കുക എന്നുള്ളതായിരുന്നു. പാവക്കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാവക്കുട്ടിയെ കണ്ണും മൂക്കൊന്നും ഉണ്ടാവില്ല, ഞളങ്ങി ഒരു വിധമായി ഉണ്ടാവും, എന്നാലും അത് വെച്ചിട്ടിരുന്ന് കളിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കേട്ടോ ഡിംപിളിൻ്റെ. അത് ഡോണും അതെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ ഒരേ ഭാഗം നോക്കി. ഇനി നാളെ കംപ്ലീറ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, ഫ്രെയിമുകളും ജനലയും കാര്യങ്ങളും ഒക്കെ. കാരണം എല്ലാം കൂടി ഡിംപിളിനും നേരം കിട്ടാറില്ല, എനിക്കും അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങളാകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് പണ്ടത്തെ ഒരു ഫോട്ടോ ആണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കതിൽ 900 ഗ്രാംസ് എന്നൊക്കെ കാണുമ്പോൾ നമുക്കത് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ആയിരുന്നോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അതുപോലെ ഞാൻ ഇന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് 39 സെൻറ്റിമീറ്റർ 39 തന്നെയല്ലേ, അതെ, സെൻറ്റിമീറ്റർ ഇവൻ്റെ എന്താ പറയുക നീളം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് സങ്കല്പിച്ചറിയാം എത്രയാ ഉണ്ടായിട്ടുണ്ടാവും പാച്ചു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും പാച്ചുവിൽ ഇത്രയും ശ്രദ്ധയോടുകൂടെ നോക്കുന്നത്. അപ്പോൾ ഇത് ചെരുപ്പ് സ്റ്റാൻഡ്. അപ്പോൾ കുറേ പേര് പറയും അകത്ത് ചെരുപ്പ് വയ്ക്കരുത് എന്നുള്ളത്. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള ഇവിടുത്തെ എല്ലാ റൂമിലും ഉണ്ട് ചെരുപ്പ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കുക, അതിൽ തന്നെ തിരിച്ച് കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. കുട്ടികളായാലും അത് തന്നെയാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതേ ഈ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലുള്ള ഈ അഴുക്കൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് നമ്മളന്നാൾ ചെയ്ത പോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഒരു മോള് പറഞ്ഞു എന്നുള്ളത്, അവരുടെ അങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതൊന്ന് സമാധാനത്തിൽ ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ അതേ കുട്ടികൾ വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ഈ വൈറ്റ് വട്ടം കാണുന്നത്. ഞാൻ ഇന്നാളാരോട് പറഞ്ഞായിരുന്നു, നമ്മൾ മറ്റേ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മറ്റേ മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഹോളിൽ ഡിവൈനും ഡാഡിയും കൂടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ, അതുപോലെ ഞാൻ സ്റ്റിക്കർ കണ്ടുവച്ചിട്ടുണ്ട്. അത് വന്നിട്ട് വേണം ഡിംപിളുടെ റൂമിലും എൻ്റെ റൂമിലൊക്കെ ആ വൈറ്റ് വട്ടം വരണോടത്തൊക്കെ ഒന്ന് അടയ്ക്കാമെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ അന്തോണീസ് പുണ്യാളനും നമ്മുടെ അന്നാവും അമ്മയും. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഡിംപിൾ ഗർഭിണിയായ സമയം തൊട്ട് ഗർഭാവസ്ഥ ആവണതിന് മുമ്പ് തൊട്ട് വിശുദ്ധ അന്നാവുമ്മയോട് പ്രാർത്ഥിച്ചാണ് ശരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ പറയും മാതാവിൻ്റെ അമ്മയാണ് അന്നാവുമ്മ മാതാവിൻ്റെ അമ്മയാണ്. ഇത് മാതാവിൻ്റെ ചെറുപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നാവുമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ശിശുക്കളുടെ കാര്യം, പിന്നെ നമ്മളുടെ നല്ല ഇണയനെ കിട്ടാനായിട്ട്, അതായത് കല്യാണത്തിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്നാവുമ്മയുടെ മധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാച്ചുട്ടൻ പണ്ട് ഓർമ്മയുണ്ടോ, ഇങ്ങനെ 2 വിരലിങ്ങനെ വായലിടുന്ന സമയം ഇപ്പോൾ തന്നെ അവൻ തന്നെ അത് മാറ്റി കളഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ആലോചിക്കും, നമ്മൾ വിചാരിക്കും കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ടൊക്കെ മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ശരിയാണ്, ഓരോ മൈൽ സ്റ്റോൺ കഴിയുമ്പോൾ അവരുടെ ആ രീതികൾ അവർ തന്നെ സ്വയം ഉപേക്ഷിക്കും എന്ന് പറയും. അത് വളരെ ശരിയാണെന്നുള്ളത് ഇപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. അതുപോലെ ഒരു സമയത്ത് ഇങ്ങനെ പിടിച്ച് കയറലുണ്ടായിരുന്നു, അത് നിൽക്കുക, അങ്ങനെ എന്താ പറയുക, കറക്റ്റാണ് ആ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വെറുതെ നിർബന്ധിച്ച് അടിച്ച് ഓരോന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഇപ്പോൾ ഡയപ്പറിൻ്റെ കാര്യം ഇപ്പോൾ തോമു സമ്മതിക്കേയില്ല ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട്. കാരണം അവൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അത് ഡയപ്പർ മാറ്റി. അതുപോലെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അധികം നിർബന്ധിക്കണേക്കാൾ നല്ലത് അവർ ട്രെയിൻ ചെയ്ത് അവർ തന്നെ സ്വയം ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഇപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ വശത്തുനിന്ന് കണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ ഉതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പറയാറില്ലേ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂടുള്ള എന്തെങ്കിലും കഴിക്കാം എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്, കാരണം ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അര ഗ്ലാസ് ചായ കുടിച്ചിട്ട് ആ തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഗുളിക കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ എണ്ണ ഉണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുക വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വായിക്കൊന്നും ഒരു രുചി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചൂട്ടോടെ ചായ കുടിച്ചു. അതോടുകൂടി ഫിൽറ്ററിലേക്കുള്ള നാളെ കട്ടനിലേക്കുള്ള മറ്റേ വെള്ളം ഒഴിച്ചു വെച്ചു. അപ്പോൾ നാളെ ഡാഡി കട്ടനിലേക്ക് ഫിൽറ്റർ കോഫിയുടെ ഇത് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ചായയും കൊണ്ട് അടുപ്പൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് അവിടെയൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ദേ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒതുങ്ങി. ഞാൻ പറഞ്ഞില്ല, ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. സംഭവം മേശപ്പുറം നിറച്ചായിരുന്നു. നിങ്ങളിപ്പോൾ രാവിലെ കണ്ട മേശപ്പുറമാണോ ഇപ്പോഴത്തെ മേശപ്പുറം എന്നൊന്ന് നോക്കി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒതുക്കി, അതുപോലെ കൊടുക്കാനുള്ള കാര്യങ്ങളും എഴുതാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അന്ന് കിടക്കാൻ പോണത് കേട്ടോ. എനിക്കെന്തോ എല്ലാ ദിവസവും എല്ലാം കഴിയാണ്ട് കിടക്കാനായിട്ട് ഭയങ്കര വിഷമമാണ്. അത് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് കിടന്നാലോ അന്ന് എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കുന്ന സമയം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഇതൊക്കെ കഴിച്ചിട്ട് വേണം. അപ്പോൾ 10 മിനിറ്റ് വൈകിയാലും സാരില്ല എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതോട് കൂടിയിട്ട് എൻ്റെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്. നല്ലൊരു സൺഡേ ആവട്ടെ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ സൺഡേയിലത്തെ വിശേഷമായിട്ട് കാണാം. അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പൊക്കോളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം.